കുട്ടികളിൽ നല്ലൊരു ശതമാനവും തെലുങ്ക് കുട്ടികളാണെന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നാളെ മലയാളം മിഷന്റെ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കട NSKK ഹൈസ്കൂളിൽ ഒരു പ്രവേശനോത്സവം പ്രത്യേകം നടത്തുന്നുണ്ട്. NSKK ഹൈസ്കൂളിലെ ഏതാണ്ട് 180ഓളം കുട്ടികൾ മലയാളം പഠിക്കാനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നാളെ ഔപചാരികമായി ആ ക്ലാസിന്റെ തുടക്കം അവിടെ കുറിക്കുന്നതാണ്. Maybe you can remove the mask. Okay. सर आप इधर ही आ जाओ ना. हाँ राइट वैसे रहो. हाँ राइट. बेबी यो. Okay. Here baby. Thank you. Baby yo. Thank you. നാളെ വൈകുന്നേരം 5 മണിക്ക് വേട്ടകുട കൈരളി സമാജത്തിലും ശ്രീ മുരുകൻ കാട്ടാക്കട എത്തുന്നതാണ്. നമ്മുടെ അധ്യാപകരുമായുള്ള ഒരു പ്രത്യേക യോഗമുണ്ട് അവിടെ. താല്പര്യമുള്ള ആർക്കും ആ യോഗത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ക്ഷണമായി നിങ്ങൾക്കൊക്കെ സ്വീകരിക്കാവുന്നതാണ്. Hi Chinu. Sir, yes sir. Sir, sir, side. Here, hi Chinu. Thank you. Okay. Okay. Sir, you? Here? Sir? Okay, sir, ready? Group picture, look at the cam. Okay, sir, ready, sir? Look at the cam, ma'am. Sir, take picture. Sir, look at the cam. Okay, ready, smile. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഡോക്ടർ സുബലക്ഷ്മി മലയാള മിഷന്റെ ഇവിടുത്തെ ഏറ്റവും സീനിയറായ സ്റ്റുഡൻ്റാണ്. മലയാള മിഷൻ ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കാണിച്ച ചെറിയൊരു കള്ളത്തരം, മുരുകൻ സാർ ഞങ്ങൾ ചെറിയൊരു കള്ളത്തരം അവിടെ കാണിച്ചിരുന്നു. സുബലക്ഷ്മി മാഡം പഠിക്കാൻ വന്നപ്പോൾ 70 വയസ്സിൽ കൂടുതലുള്ള ആൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രായം സ്വല്പം കുറച്ച് ഔദ്യോഗിക റെക്കോർഡ് കാണിച്ചിട്ടുണ്ട്. അത് ഞങ്ങളോട് ക്ഷമിക്കണം. സുബലക്ഷ്മി മാഡത്തെ മലയാള മിഷൻ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കട ഷാൾ അണിയിച്ച് പ്രത്യേകം ആദരിക്കുന്നു. മലയാള മിഷന്റെ 2 ഘട്ടം കണിക്കൊന്നയും സൂര്യകാന്തിയും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഡോക്ടർ സുബലക്ഷ്മി. Hi Chinu. നോക്ക് ഇവിടെ. Okay, say yes sir.
മലയാള മിഷൻ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കട, മലയാള മിഷൻ ഇന്ദിരാഗാന്ധി കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയ അനിൽ സിംഗ്, നോർത്ത് തെലങ്കാന. നടന്ന ക്വിസ് കോമ്പറ്റീഷനിലാണ് നമ്മുടെ തെലങ്കാനയിൽ സമ്മാനങ്ങൾ വാങ്ങിപ്പോയി കൊണ്ടുവന്നത്. എല്ലാവരും ആദ്യം കൈയടിച്ച്. അടുത്ത രമ്യ ചോദ്യം. സമ്മാനം നേടിയ ജോബിൻ വർഗീസ്. സംസാരിച്ചതുപോലെ തെലങ്കാനയിലെ മലയാള മിഷൻ ടീച്ചർമാരെല്ലാം കേരള സർക്കാരിന്റെ പ്രതിനിധികളാണ്. അതിനുള്ള ID കാർഡാണ് ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്നത്. ബിന്ദു രാജൻ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണം. നമ്മൾ അധ്യാപകരെല്ലാം പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണം. നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ഇനിയും നമുക്ക് മണിക്കൂറുകളുള്ള പ്രോഗ്രാം ഉണ്ട്. മിനിസ്റ്റർ അവിടെ വെയിറ്റിംഗിലാണത്. രാമചന്ദ്രൻ പാമ്പാടി. ശ്രീ കെ ഷീന, ശ്രീകല ആർ ശ്രീകല, ശ്രീലത ചന്ദ്രബോസ്, വി കുശൻ ഷാദ്നഗർ, PJ സാബുകുമാർ, KR കുസുമ, രാധിക ദേവി, ബിജു TV ഷാദ്നഗർ, പൊന്നൻ സിക്കിന്ദ്രാബാദ്. അർച്ചന കെ BHA, S രാധാകൃഷ്ണൻ, അമ്മണി കേശവൻ, അർച്ചന KC, പ്രസന്നൻ, രമ്യ T രാജു, നടന്ന മലയാള മിഷന്റെ കണിക്കുന്നതിൽ വിജയിച്ച പഠിതാക്കളുടെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് നമ്മുടെ മലയാള മിഷൻ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കട നിർവഹിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാനായി ഗീതാംബിക ടീച്ചറെ ക്ഷണിച്ചുകൊള്ളു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണോ നിങ്ങൾ തിരിച്ചു വന്നത്? എങ്ങനെയാണോ? അല്ല, വെറുതെ ഇരിക്കണോ? നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീറ്റിരിക്കല്ലേ? എണീക്കാം, റിലാക്സ്ഡ് ആയിരിക്കും. ഇരിക്കാം. എത്ര സുന്ദരം ONV ഗ്രൂപ്പ് പറഞ്ഞതാണ്. എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണനൂൽപോലെ. മുത്തുപവിഴം എന്നുള്ളത് ഈ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെയാണ്. അപ്പോ നമ്മുടെ മക്കൾ മലയാള ഭാഷയുടെ സൗന്ദര്യം എന്താണെന്ന് അറിയട്ടെ നാളെയും മറ്റന്നാളും എന്നാഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് അവരുടെ ID വാങ്ങി. നിങ്ങൾ നോക്കിക്കോളൂ, ലോകത്തിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന മലയാളിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ അധ്യാപകർക്ക് സർക്കാർ കൊടുക്കുന്ന ഈ ID കാർഡ്. കാരണം ഈ ID കാർഡ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സിവിൽ സർവീസിൽ ജോലി ചെയ്യുന്ന
ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന അതേ പ്രിവിലേജാണ് ഈ ID കാർഡ് നമുക്ക് തരുന്നത്. എവിടെയും ലോകത്തെവിടെയും കേരള ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ സംബന്ധിക്കുവാൻ മലയാള മിഷൻ അധ്യാപകർ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിത്. എനിക്കത് ഇവിടെ വിതരണം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഏതെങ്കിലും ഒരു കവിത താല്പര്യമുണ്ടെങ്കിൽ ആ ഒറ്റ കവിത ചൊല്ലാം എന്ന് വിചാരിക്കുന്നു. രേണുക